അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, ഈ മയ്യത്ത് കുളിയെന്ന വിഷയം മഹാനായ തഴവ ഉസ്താദിൻ്റെ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലെ 105-ാമത്തെ വിഷയമാണ്, പാഠമാണ്. മയ്യത്ത് കുളിയെ സംബന്ധിച്ച് നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മാണികുൽ ഉസ്താദ് ഒരു വസിയത്ത് എഴുതി വെച്ചിരുന്നു. ചില കാര്യങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അതിൽ എടുത്തെഴുതിയിരുന്ന ഒരു കാര്യമുണ്ട്. മയ്യത്ത് പരിപാലനങ്ങൾ ചെയ്യുമ്പോൾ അത് തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഏതൊരു മുസൽമാനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി ലൈക്കും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മയ്യത്ത് കുളിപ്പിക്കലും നിർബന്ധമാ, നീയത്തതിൽ പറവില്ല ബൽ സുന്നത്തുമാം. ഉദു നീയെടുത്തു കൊടുക്കലും കത് സുന്ന, നീയത്ത് ചെയ്യൽ വാജിബാണതിലെന്നാം. ലഗ്സിന്റെ രീതിയിൽ പറയലുണ്ടീ മസ്അല, 103 തുഹഫ 3-ാം ജുസ്ഇലാം. അതും ഇപ്രകാരം തന്നെയാ പറയുന്നത്, ചിന്തിക്കണേ നീ താഴെ ഞാൻ കുറിക്കുന്നത്. കാര്യം നമുക്കൊന്നുണ്ട് വാജിബ് തന്നത്, കരുതൽ വുജൂബിൽ അതിനെ സുന്നത്തുണ്ടത്. മറ്റൊന്നു സുന്നത്തുള്ളതായി നമുക്കുണ്ട്, നിയ്യത്തതിൽ വേണ്ടുന്നതും ഫർദുണ്ട്. ഇതിനുള്ള മറുപടിയാണ് മുകളിൽ കണ്ടത്, ലഗ്സിന്റെ രീതിയിൽ ഇങ്ങനെ പറയുന്നത്. അംലാക്കുകൾ കുളിപ്പിച്ചെന്നാൽ തന്നെയും കുളിപ്പിക്കുവാൻ നമുക്കുണ്ട് ചുമതല പിന്നെയും. അത് കാഫിറായാൽ തന്നെയും മതിയെന്ന് തുഹ്ഫാനിഹായ 2-ലും പറയുന്നു. അതുപോലെ ജിന്നും അതിമദീസിബിയാനും കുളിപ്പിക്കുവാൻ മതിയായതാ മജ്നൂനും. 501 ബുജൈരിമീ വിവരിച്ചതാ, അതിനുള്ള 1-ാം ഭാഗമിൽ കാണുന്നതാ. വെള്ളത്തിലാണു മരിച്ചതെന്നാൽ തന്നെയും കുളിപ്പിക്കണം എന്നാണ് നിയമം പിന്നെയും. റൂഹുൽ ബയാൻ നീ നോക്കിയാൽ കാണുന്നതാ, 496 3-ൽ വന്നതാ. ഹൈളും നിഫാസ് ജനാപത്തിവകൾ കൊണ്ട് ഉണ്ടായ കുളി ഒരിയുന്നു മരണം കൊണ്ട്. മൗത്തിന്റെ കുളി ഇതിനൊക്കെയും മതിയെന്ന് അസ്നൽ മത്വാലിബിൽ വ്യക്തമായി പറയുന്നു. തല ഈരലും സുന്നത്ത് തന്നെന്നുണ്ട്, അതുപോലെ താടിയും ഈരണം എന്നുണ്ട്. മയമായ രീതിയിലാകലും വേണ്ടുന്നതാ, ചീർപ്പിന്റെ പല്ലുകൾ അകന്നിരിക്കേണ്ടതാ. അടുത്തടുത്ത പല്ലുകളുള്ള ചീപ്പും കൊണ്ട് മയ്യത്തിനായാൽ ഈരലും വെറുപ്പുണ്ട് എന്നുള്ള വിവരം ആയിഷ ബി ഉമ്മ പറയുന്നതാ. നീ നോക്ക് കശ്ഫുൽ ഉമ്മ.
ഒഴിയുന്ന രോമം സകലതും എടുക്കേണ്ടതാ, കഫം പുടയിലായി പൊതിഞ്ഞിട്ടതും മറയ്ക്കേണ്ടതാ. ഇതുപോലെ തുഹഫയിൽ നോക്കിയാൽ കാണുന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ. അകത്താതെ പല്ലും തേച്ച് നീ കൊടുക്കേണ്ടതാ, വിരലിട്ട് മൂക്കിൽ നിന്നഴുക്കെടുക്കേണ്ടതാ. കിബിലായ്ക്ക് നേരെ കിടത്തി നീ കുളിപ്പിക്കണേ, ബുഷുറൽ കരീം 29 നോക്കണേ. കുളിപ്പിക്കുവാൻ പാടില്ല സംസം കൊണ്ട് എന്നും നിഹായ 150 സ്വയം ഉപ്പ് വെള്ളം നല്ലതാണെന്നുണ്ട്, ഉപ്പിട്ടതായാൽ സുന്നത്തില്ലത് കൊണ്ട്. ഇതുപോലെ മല്ലസി പറയുന്നു, നോക്കു നിഹായ അംസലി. മയ്യത്തു കുളി സ്വന്തം കുളിച്ചു കറാമത്തായി മതിയാകുമെന്നു പുജൈരമീ പറയുന്നതായി. സ്വന്തം കുളിക്കൽ സാധ്യമായാൽ പിന്നെ അന്യർക്ക് ചുമതലയില്ലതും ശരി തന്നെ. മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാന ശൈഖ് അഹ്മദുൽ ബദവിയു യാ ഇഖ്വാന. ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ, ബാബുൽ ജനാഇസുൽ വ്യക്തമായി പറയുന്നതാ. തിരുമുസ്തഫ മകൾ ഫാത്തിമ റളിയല്ലാഹ് മൗത്തെത്തിയപ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് കുളിപ്പിച്ചു ബീബി തന്റെ സ്വന്തം നഫ്സിനെ. ഭർത്താവിനോട് വസിയത്ത് ചെയ്തതു ഇങ്ങനെ, കാണിക്കുവാൻ പാടില്ലൊരാൾക്കും എന്നെ, മൗത്തിന്റെ മുമ്പിൽ ഇഷ്ടവും അതു തന്നെ. പിന്നീട് കുളിപ്പിക്കാതടക്കം ചെയ്തത് അവർക്കുള്ള പ്രത്യേകതയിലാണെന്നുന്നത്. ഇതുപോലെ കശ്ഫിൽ ഉമ്മ പറയുന്നുണ്ട്, 13 ഒന്നാം ഭാഗമിൽ കിടപ്പുണ്ട്. അത് പ്രബലം അല്ലെന്നതും കൗലുള്ളതാ. എന്നാൽ വിദായത്ത് വന്നിഹായയിൽ വന്നതാ. കുളിപ്പിച്ച് പിന്നെ നീ ഭംഗിയായി തോർത്തേണ്ടതാ, കവൻ പുടവകളും നനയാതെ സൂക്ഷിക്കേണ്ടതാ. നെജസെന്ത് വന്നാൽ തന്നെയും രണ്ടാമതായി കുളിപ്പിക്കലില്ലത് കഴിയാൽ മതി ഭംഗിയായി. വുളുവും എടുത്തു കൊടുക്കലില്ല പിന്നെ എന്നുള്ളതും നിയമത്തിലുള്ളതു തന്നെ. അൻവാറിരുണ്ടതു നോക്കിയാൽ കാണുന്നതാ, 115 പറഞ്ഞിരിക്കുന്നതാ. ബുഹൂർ നീ പുകപ്പിക്കലും വേണ്ടുന്നതാ, മൗത്തിന്റെ സമയം തൊട്ട് സുന്നത്തുള്ളതാ. ദുർഗന്ധമെല്ലാം നീങ്ങുവാനുതകുന്നതാ, അതുകൊണ്ട് കുളിപ്പിക്കുമ്പോഴേറ്റം നല്ലതാ. ജനാപത്തില്ല ചെയ്തതു കൊണ്ട്, വുളുവിന് ഭംഗവുമില്ല തൊട്ടതു കൊണ്ട്. മരണം കഴിഞ്ഞാൽ പിന്നെ തക്ലീഫില്ല, ഇവയൊക്കെയും അതുകൊണ്ട് ബാധകമല്ല. അവൾ നിന്റെ സ്വന്തം ഭാര്യയെന്നാൽ പിന്നെ അവളെ കുളിപ്പിക്കാൻ ജവാസും തന്നെ. അബൂ ഹനീഫ ഇമാമതിലെതിരുള്ളതായി ബിദായത്തുൽ മുജ്തഹിദീൻ പറയുന്നതായി. പരിശുദ്ധ ബീബി ആയിഷ റളിയല്ലാഹ് അവരോട് പറയുന്നൊരു ദിനം, നബിയുള്ളാഹ് നീ എന്റെ മുമ്പ് മരിച്ചു എന്നാൽ പിന്നെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഞാൻ തന്നെ. ഇത് ഇബ്നു മാജ നീ നോക്കിയാൽ കാണുന്നതാ,
കൂടാതെ മറ്റു കിതാബിലും വിവരിച്ചതാ. സൗജത്ത് കുളിപ്പിക്കൽ ജവാസ, നിന്നെയും അന്യർ വിവാഹം ചെയ്തു പോയാൽ തന്നെയും. സൗജിന്റെ മൗത്തിൻ്റെ ഉടനെയാ പ്രസവിച്ചത്, അപ്പോൾ വിവാഹം ജായിസ കഴിക്കുന്നത്. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 108 പേജ് 3 വന്നതാ. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 108 പേജ് 3 ഉള്ളതാ. സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ജനാസയെ കുളിപ്പിക്കുവാനേൽപ്പിച്ചു സ്വന്തം ഭാര്യയെ. അതുപോലെ അസുമാ ബീബി തന്റെ വസിയ്യത്ത് പാലിച്ചു എന്ന് ബിനു അബീ മുലൈക്കത്ത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം പിന്നീട് ഒരിക്കൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് മറ്റുള്ളവരിലേക്കും അത് എത്തിപ്പെടാൻ വേണ്ടിയാണ്. എല്ലാവരും മറക്കാതെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.